friends, welcome to English Mithra. So നമ്മൾ ഇന്ന് വീണ്ടും FAQ സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, 10 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ചിലതിനകത്ത് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസിനാണ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ സബ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ലെങ്തി വൺ. അപ്പം ബക്കിൾ അപ്പ്, നമുക്ക് തുടങ്ങാം. Okay, first question. Yeah. Okay, as usual, Akshay. Akshay, what first? Can you please explain the difference between gone through and went through? Okay. So the difference is very simple. Gone through അല്ലെങ്കിൽ went through കടന്നു പോവുക എന്നുള്ള അർത്ഥമാണ്. ലൈക്ക് കടന്നു പോകാന്ന് വെച്ചാൽ ഇമോഷണലി ഐ വെന്റ് ത്രൂ സോ മച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി കാര്യത്തിലൂടെ കടന്നു പോയി. അല്ലാതെ ഒരു ഡോറിൽ കൂടെ കടന്നു പോയി അങ്ങനെ പറയാം, ബട്ട് ഐ വെന്റ് ത്രൂ ദിസ് ഡോർ എന്ന് പറയാം. പക്ഷെ കൂടുതലായിട്ടും അത് ഇമോഷണലി ആണ് യൂസ് ചെയ്യുന്നത്. ഇമോഷണലി ഞാൻ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോയി എന്ന് പറയാനായിട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി കാര്യം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗോൺ ത്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. ഐവ് ഗോൺ ത്രൂ അല്ലെങ്കിൽ ഐവ് ബീൻ ത്രൂ, ഐവ് ഗോൺ ത്രൂ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാവിൻ്റെ കൂടെ, ഹാസിൻ്റെ കൂടെ, ഹാഡിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഗോൺ ത്രൂ യൂസ് ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് വെൻ ത്രൂ. വെൻ ത്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ വെൻ ത്രൂ എ ലോട്ട് ഓഫ് ട്രബിൾ ടു മീറ്റ് യു. ഞാൻ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നിന്നെ വന്ന് കണ്ടത്. സോ വെൻ ത്രൂ, ഗോൺ ത്രൂ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഒന്ന് പെർഫെക്റ്റ് ടെൻസിലും ഒന്ന് സിമ്പിൾ പാസ്റ്റിലുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഡിയും ദയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിയും ദയും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ആണെങ്കിൽ വിൽ യൂസ് ദി. ഓക്കെ, ദി ആപ്പിൾ, ദി ഓറഞ്ച്, അങ്ങനെ. ഓക്കെ, ദി ഐസ്ക്രീം. ദി ഐസ്ക്രീം നമ്മൾ അങ്ങനെ പറയത്തില്ല, എന്നാലും ഓക്കെ, ലൈക്ക് പറയേണ്ട വന്നാൽ പറയും. അവിടെ എല്ലാം നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ദി ആപ്പിൾ എന്ന് 2 വേർഡായിട്ട് പറയില്ല. ദി ആപ്പിൾ അവിടെ ഒരു വൈ സൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതേസമയം ഒരു കോൺസണന്റ് സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ബാറ്റ്, അപ്പൊ ആ വേർഡിന്റെ കൂടെ നമുക്ക് ദ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ വിൽ യൂസ് ദ ബാറ്റ്. അതായത് കോൺസണന്റ് സൗണ്ട് എന്ന് പറയുമ്പോൾ നോർമൽ ലെറ്റേഴ്സ് ഇല്ലേ, ബി, ഡി, എഫ്, ജി, എച്ച്, പിന്നെന്താ പി, എം, എൻ, അങ്ങനത്തെ ലെറ്റേഴ്സ് എല്ലാം കോൺസണൻസ് ആണ്. അപ്പൊ ഈ കോൺസണൻസ് എന്താ ഡൗട്ട് വരും. അപ്പൊ അതിന്റെ കൂടെ ദ, വവൽസ് അല്ലാത്തവരെല്ലാം ദി, വവൽ സൗണ്ട്സിന്റെ കൂടെ ദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. Why can't ordinal order instead of ordinal status? Okay, ordinal order എന്ന് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? Why ordinal status? ഓർഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർഡർ ഓഫ് നമ്പേഴ്സ് എന്നാണ്. ഓർഡിനലിൽ ഓർഡർ ഉണ്ട്, പിന്നെ വീണ്ടും ഓർഡിനൽ ഓർഡർ അങ്ങനെ പറയില്ല. ഓർഡിനൽ സ്റ്റാറ്റസ്, അത്രേ പറയുള്ളൂ. ദിസ് ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻ. പിണറായി വിജയൻ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? അതെ, അതൊരു മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പ്രേതത്തിനെ പോലെ തന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. സീരിയസ്ലി, അതും ഇറ്റ്സ് ബീൻ വില്ല് ഡ്രെയിൻ ടുഡേ, അത് ഇത്, പിന്നെ ഒരു ഫാൻ പങ്ക, അത് ഇതെല്ലാം എല്ലാം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. കാർ വാഷ് തിങ്, ലൈക്ക് നമ്മുടെ കൗൺസിലേഴ്സിന് മെസ്സേജസ് വരികയാണ്. ലൈക്ക് ഒരു കൗൺസിലർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അങ്ങനെ ലൈക്ക് അത് അത്രയും ഇഫക്റ്റ് ആണ്. നിങ്ങൾ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്തതിന് ഞാൻ ഒന്നും പറയില്ല, പക്ഷെ ഒന്ന് റിസർച്ച് ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ, മീൻസ് ഇത് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊന്ന് റിസർച്ച് ചെയ്തിട്ട് തെറ്റാന്ന് പറയാം. അപ്പൊ ദാറ്റ് വുഡ് ബി ബെറ്റർ നിങ്ങൾക്കായാലും. അല്ല, അങ്ങനെ തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോറി വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തിരി പേര് കാണുന്നതാണ്. അപ്പൊ നമ്മൾ വീഡിയോയില് തന്നെ വന്നിട്ട് പറയും, ഇങ്ങനെ ഞങ്ങളൊരു മിസ്റ്റേക്ക് പറഞ്ഞു. തെറ്റ് പറ്റില്ല എന്നല്ല, തെറ്റ് പറ്റും. പക്ഷെ തെറ്റ് പറ്റിയതാണെങ്കിൽ നമ്മൾ ഓക്കെ സമ്മതിക്കും. പക്ഷെ തെറ്റാത്തത് ഞങ്ങൾ എന്തിനാ സമ്മതിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചോദിക്കാം. വിച്ച് അമോങ് ദിസ് ഇസ് യൂസ്ഡ് ടു സേ ദാറ്റ് യു ലിവ്ഡ് ഇൻ ദുബായ് ഫോർ 3 years? This sounds like a MCQ question for like a PSC exam. I have been in Dubai. Option A, I have been in Dubai. Option B, I had been in Dubai. Option C, I was in Dubai. See, I lived in Dubai അല്ലേ ആക്ച്വലി കറക്റ്റ്. ക്വസ്റ്റ്യൻ അത്രയ്ക്കും ക്ലിയർ അല്ല. ലൈക്ക് ഇപ്പൊ ഇദ്ദേഹം അവിടെ ഇല്ല എന്നുള്ള അനുമാനത്തിൽ ഞങ്ങൾ പറയാണ്. I lived in Dubai for 3 years. I lived in Dubai for 3 years. അത് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷേ which among is used to say that you lived in Dubai for 3 years? You could also say I was in Dubai. I was in Dubai. ഈ സമയത്ത് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു.
എന്ന് പറയാൻ വേണ്ടി യു ക്യാൻ സേ ദാറ്റ്. ഇപ്പം ദുബായിൽ തന്നെയാണ് ഇപ്പോഴെങ്കിൽ യു ക്യാൻ സേ I have been in Dubai എന്ന് പറയില്ല കേട്ടോ. Been in Dubai gives like ഞാൻ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. I have been. അതൊരു ചെറിയ സമയമായിരിക്കും യൂഷ്വലി അല്ലേ? ഇപ്പൊ ഒരു മാസത്തേക്കൊക്കെ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓ യാ ഐ ഹാവ് ബീൻ ഇൻ ദുബായ് ലൈക്ക് ഫോർ 3 months അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ I lived in Dubai എന്ന് പറയണമെങ്കിൽ the best way is to say that I lived in Dubai for 3 years. So none of the options above. I lived in Dubai എന്ന് വെച്ചാൽ അത്രയും നാൾ നമ്മൾ താമസിച്ചു. 3 വർഷമാണ് നിങ്ങൾ പറയുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലോങ് ടേം ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ I lived in Dubai. I was in Dubai for 3 years എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ I have been to Dubai. അതൊക്കെ I have been to Dubai is basically ഞാനൊരു കുറച്ച് ദിവസത്തേക്ക് ദുബായിലോട്ട് പോയിട്ടുണ്ട്. ഒരു മാസത്തേക്കൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, I have been in Dubai എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ ഉണ്ടായിട്ടുണ്ട്, അവിടെ ചെന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. സോ നിങ്ങൾ അവിടെ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ the best is I lived in Dubai for 3 years എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫുഡ് കഴിക്കാനായോ എന്ന് എങ്ങനെയാ ചോദിക്കുക? Is it time to have food? Is the food ready? Is the food ready? അത് നല്ലതാണ്. Is the food ready or is it time to have food? അതെ. ഇനി I'm totally satisfied. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല എന്ന മലയാളം യൂസേജ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? അങ്ങനെ അത്ര എഫക്റ്റോടെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല എന്നുള്ളതിനൊക്കെ മൂവീസിൽ കണ്ടിട്ടുള്ളത് I won't regret it even if I die right now. It's a little different ഇവിടെ. I won't mind if I die. I'm so happy that I won't mind if I die now. അല്ലെങ്കിൽ I won't regret even if I die right now എന്നൊക്കെ പറയാം. I won't regret even if I die right now. I won't mind if I die right now. എന്ത് വേണേലും യൂസ് ചെയ്യാം. Or I can die peacefully അങ്ങനെയൊക്കെ ലൈക്ക് അങ്ങനത്തെ സമാധാനമായിട്ട് അങ്ങനെ I can die now സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എക്സാക്ട് ആയിട്ടുള്ള യൂസേജസ് ലൈക്ക് യു ക്യാൻ യൂസ് ദിസ്. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മതി അങ്ങനെയാണ് ഞാനാണെങ്കിൽ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് ഓക്കെ നീ ലേറ്റ് ആയതിന് കാരണം എന്താണെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഓക്കെ, what was the reason for you being late? Why were you late? Why were you late? Simply അത്രേ ഉള്ളൂ. Why were you late? What was the reason behind your late coming? അങ്ങനെ behind you coming late, behind your അതെ, അങ്ങനെ പറയാം. ഓക്കെ, ഇനി അടുത്തത്. അവന് സുഖമാണോ? അല്ല സോറി, അതല്ല. What is the difference between it gets boring and it is getting bored? Okay. It gets boring is basically something that we say like ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. If we do that daily, like once I did that daily, no, if you do that regularly it gets boring. It gets boring. It gets boring ആണെങ്കിൽ for example if you eat dosha every day it gets boring. It gets boring എന്ന് വെച്ചാൽ അതൊരു ഫാക്ട് ആയിട്ട് പറയാനല്ലോ, ഒരു ഫാക്ട് ആയിട്ട് അല്ലെങ്കിൽ എന്ന് സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ ഡെയിലി റൂട്ടീനെ കുറിച്ച് പറയുമ്പോ അപ്പൊ ആ ഒരു പ്രസന്റ് സിനാരിയോയില് it gets boring after some time. It gets boring after you do that every day. അങ്ങനെ പോലെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി തെറ്റാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബോർഡ്. അത് ബോർ ആവുകയാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബോർഡ്. അതെന്താ നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മളൊരു കുഞ്ഞിന്റെ കാര്യം പറയാണ്, നമ്മൾ കുഞ്ഞിന് ബേബിനെ ഇറ്റെന്ന് റെഫർ ചെയ്യും. പ്രോണോണതാ ആനിമൽസിനെ അപ്പൊ ഒന്നെങ്കിലും ഒരു ബേബി ബോർഡ് ആണെന്ന് പറയാണ്, ബോറടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ ബോറടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മരമോ കസേരയോ ബോറടിച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ല പുള്ളി എന്താ ഉദ്ദേശിച്ചത്. അങ്ങനെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്ക് തെറ്റുപറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബോർഡ് എന്ന് പറയാം. അല്ലാതെ നമുക്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബോറിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബോർഡ്. നമ്മളൊരു പരിപാടി കാണുകയാണ്, ഒരു റിയാലിറ്റി ഷോ കാണുകയാണ്, നമ്മൾ അടുത്തിരിക്കുന്ന ഇറ്റ്സ് ഗെറ്റിംഗ് ബോറിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ പറയാം. ഇനി അടുത്തത് ഞാൻ ചോദിക്കാം. അവന് സുഖമാണോ? അവന് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. Is he doing well? Is he good? How is he? How is he? Is he doing well? Is he doing good? How is he? എന്താണ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ, അതോ ചോദിച്ചോ. ഞാൻ അവനെ തിരക്കി എന്ന് പറയണേ. Tell him that I asked after him. Convey my regards. Convey my regards ഭയങ്കര
ഫോർമലാണ്. Tell him that I asked after him. Tell him that I asked after him. That is better. Yeah. നമ്മൾ അവളോട് എന്ത് പറയും? What shall we tell her? What should we tell her? Yeah, both correct ആണ്. You right? നിനക്ക് പോയിക്കൂടായിരുന്നോ? നിനക്ക് പോയിക്കൂടായിരുന്നോ? Couldn't you have gone? Yeah. Couldn't you have gone? Yes, that is correct. Yeah. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. Please leave after having food. Yeah. Only leave after having food. അങ്ങനെ ഇംഗ്ലീഷിൽ അത് യൂഷ്വലി അങ്ങനെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ സ്നേഹം കൊണ്ട് നീ കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെ പറയുന്നത്. Please have food before you leave. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അങ്ങനെ പറയാം. പിന്നെ ഈ സെഷനിൽ അത്രേ ഉള്ളൂ അല്ല. ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞാൽ നീ എത്ര വരെ പഠിച്ചു? Up to which class did you study? What is your educational qualification? Yeah, maybe. What is your educational qualification? ചോദിക്കുന്നതല്ലേ അതാണ് കുറച്ച് നല്ലത്. എത്ര വരെ പോയി അങ്ങനെ നമ്മൾ അത് ചിലപ്പോൾ ക്ലാസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ നമ്മളൊരു ഡിഗ്രി ഒക്കെ എടുത്ത ആളോടായിരിക്കും ചോദിക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ടു ആസ്ക് വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇതിന്റെ നേരെ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ to which class did you study ചോദിക്കാം. പക്ഷേ I won't recommend that. What is your educational qualification ആയിരിക്കും നല്ലത്. ഓക്കെ, സോ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ടു ബി ഫ്രാങ്ക് കുറേ ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ പരാതിയാണ് നമ്മളാണെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നത്. രണ്ട് അഭിപ്രായമാണ്. ടൈം കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നവരുണ്ട്. ഇത്ര പോരെ ഇനിയും ഞങ്ങൾക്ക് വേണമെന്ന് പറയണവരുണ്ട്. അപ്പം നമ്മൾ രണ്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക നടുക്കായിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം ലോങ്ങാണ്, എന്നാൽ ഭയങ്കര ലോങ് അല്ലാത്ത പോലെ ഒരു ബാലൻസ് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? ഓക്കെ, ആ ബാലൻസിൽ നിൽക്കുകയാണ്. സോ ഐ തിങ്ക് വി ഷുഡ് എൻഡ് ഇറ്റ് ടുഡേ. അപ്പം ഓക്കെ, താങ്ക് യു ഫോർ ബീയിങ് ഹിയർ, താങ്ക് യു ഫോർ ലിസണിങ് ടു അസ്. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വിൽ ട്രൈ ടു ആൻസർ ക്ലിയർ യുവർ ഡൗട്ട്സ്. പിന്നെന്താ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യുക. ഷെയറിങ് ഇസ് കെയറിങ്. അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൗൺസിൽ എല്ലാ കോഴ്സ് ഡീറ്റെയിൽസും പറഞ്ഞു തരും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ജോയിൻ അവർ ഫാമിലി. സോ അപ്പം ഇനി അടുത്ത ദിവസം കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു, ബൈ ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.